ഷാഫിക്ക, ഞങ്ങൾ ഓരോ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കമൻസ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് പൊളിറ്റിക്സിലെ ജനപ്രിയ നായകൻ, അതായത് ഈ വടകരയിലും പാലക്കാട് ഇത്രയും ആളുകൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ ആവാൻ പറ്റിയത് എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രത്യേകതയാണ്. ജനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്, അവർ തരുന്ന സ്നേഹമാണ്. സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കാര്യമില്ലല്ലോ. ജനങ്ങൾ അത് തരുന്നവരായതുകൊണ്ടാണ് വടകരയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും അങ്ങനെ. പിന്നെ ഞാൻ നായകനല്ല, ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അത് ജനങ്ങളുടെ പ്രത്യേകതയാണ്. സ്നേഹം തരുന്ന ജനങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്തുണ അവർ തരുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സിലാണെന്നെങ്കിൽ നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഷാഫിക്ക് ഇവിടുത്തെ ഓരോ വീട്ടുകാരോട് പെരുമാറുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അവരുമായിട്ട് ഇത്രയും സൗഹൃദത്തിലാവാൻ പറ്റിയത് എങ്ങനെയാണ്? അതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ എല്ലാ പാർട്ടികളും എടുത്ത് നോക്കിയാൽ അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരല്ല പൊതുവെ. അതിപ്പം ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും, ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല, അല്ലെങ്കിൽ ചിലത് മീഡിയയിൽ വരും, ചിലത് സോഷ്യൽ മീഡിയയിൽ വരും, ചിലത് വരാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കേരളത്തിലെ പൊതുപ്രവർത്തകർ പൊതുവെ രാഷ്ട്രീയക്കാർ അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകലുന്നവരോ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തവരോ അല്ല. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ നിങ്ങളൊന്നും എടുത്തു ശരിക്കും അവർ അതുപോലെ ലോക്കൽ ബോഡിയുടെ എന്തിനാണോ ലോക്കൽ ബോഡി നമ്മൾ തുടങ്ങി അതിൻ്റെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളില്ലേ, എല്ലാ വീടുകളിലെ ആവശ്യങ്ങൾക്ക് ഓടിയെത്തുന്ന എല്ലാ കാര്യങ്ങളിലും അവരാണല്ലോ ഇമ്മീഡിയറ്റായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ജനം ബന്ധപ്പെടുന്നത്. ഇപ്പോൾ കേരളം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ജനങ്ങളുമായിട്ട് നേരിട്ടുണ്ട്. അതിനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ശക്തിയായിട്ട് നമ്മൾ കാണുന്നത്. അതല്ലാണ്ട് രാഷ്ട്രീയത്തിലെ ശക്തി അധികാരമാണെന്നും ഈ അധികാരികളാണ് ജനങ്ങളെക്കാളും വലുതെന്ന് ആരൊക്കെ ചിന്തിക്കുന്നുവോ അവർക്കാണ് തെറ്റുപറ്റുന്നത്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പുറകെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടി സാറുടെ ഒരു കാര്യമാണ്. അത് എത്ര വലിയ പദവിയിൽ ഇരിക്കുമ്പോഴും ഏത് സാധാരണക്കാരനും ആക്സസിബിൾ ആയിരുന്ന ഒരാളാണ്. വേറൊരാൾക്ക് കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ കേരളത്തിലെ ഏത് സാധാരണക്കാരനും ചെല്ലാനും കാണാനും നിവേദനം കൊടുക്കാനും തീർപ്പ് കൽപ്പിക്കാനും പ്രയാസം പറയാനും പരിഹരിക്കാനും ഒക്കെ നിൽക്കുന്ന ഒരു ആളാണ്. അപ്പം അതൊക്കെ കണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അത് ഒരു കാര്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല, ശക്തി എന്ന് പറഞ്ഞാൽ അധികാരമല്ല, ജനങ്ങളാണ്. അതെല്ലാ പൊതുപ്രവർത്തകർക്കും ഓർമ്മയുണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആക്ടേഴ്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും എന്തായാലും ഷാഫിഖാൻ്റെ വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ കമൻസ് എന്താ പറയുക, കുറച്ച് സ്നേഹം കൂടി അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്വീകാര്യത കിട്ടാറ്, അത് കാണുമ്പോൾ സന്തോഷം കാണാറുണ്ടോ? ഞാൻ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മൊമെൻ്ററി ആവാം. ഇപ്പോൾ പിന്നെ ഒരു പിന്തുണ തെരഞ്ഞെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വടകരയിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹം വേറൊരാളും വരുമ്പോൾ നമ്മളെല്ലാവരും അതിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ എല്ലാവർക്കും സമയാസമയങ്ങളിൽ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ജനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ വടകരയിലെ ജനങ്ങളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോകുമ്പോൾ പുലർച്ചെ 4-5 മണിക്കൊക്കെ സ്ഥാനാർത്ഥി വരുന്നത് കാത്തിട്ട് വേറെ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ നോർമലി കാണുന്ന ഒന്നല്ല. ഷാഫിഖാന്റെ എന്താ പറയുക, ഈ പ്രചരണ സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്ന ആൾക്കാർ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ ഷാഫിഖ പറഞ്ഞാൽ തന്നെ പോലച്ചക്കാർ നമ്മളെ പോയി ചോദിക്കലുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നതായിരിക്കാം ഷാഫിഖാനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ മറ്റൊരു പൊളിറ്റീഷ്യൻ കിട്ടിയില്ല. അത് വലിയൊരു എന്താ പറയുക, ഞാൻ അറിയിക്കുന്നതിനേക്കാളും വലുതാണ് അവർ നൽകുന്ന സ്നേഹം. അതിന് തിരിച്ച് പരമാവധി കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ശരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ്റും കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് മുമ്പിലാണെങ്കിലും എൻ്റെ ശ്രമം നടത്തും. ജനങ്ങളാണ് വലുത്. ഇപ്പോൾ ജനം സ്നേഹം തരുന്നുള്ള അവരുടെ കൂടെ മനസ്സാണ്. അവർക്കിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ വന്ന് കാണണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അവരുടെ ഒരു മനസ്സും കൂടിയാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെ ഒരു ഇടപെടാൻ അല്ലെങ്കിൽ വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാൻ അവർ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ശരിക്കും അതിൻ്റെ എല്ലാം ക്രെഡിറ്റും കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് തന്നെയാണ്. അവരാണ് വരുന്നത്. അതുപോലെ തന്നെ ഷാഫിഖ പേരാമ്പ്ര എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെ MP ആയി വടകര വന്നെങ്കിലും എനിക്ക് പാലക്കാട്ടുകാരോട് ഒരു ഉത്തരവാദിത്തം ഉണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പാലക്കാടോടുള്ള ആ ജനങ്ങൾ നൽകിയ സ്വീകൃത കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഇപ്പോഴും പാലക്കാട് ചെയ്യാൻ തോന്നുന്നൊക്കെ? ഞാൻ പാലക്കാട് വന്നിട്ട് പാലക്കാടിനെ പറ്റി പറയും, വടകരയിൽ ചെന്ന് വടകരയെ പറ്റി പറയല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പാലക്കാടാണെങ്കിലും വടകരയാണെങ്കിലും ഒക്കെ വടകരനെ പറ്റിയും പറയും. അപ്പോൾ അവർ ഇപ്പം ഞാൻ പാലക്കാടാണ് നിൽക്കുന്നത്. 1,14,506 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു ജനത തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലേ. അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. പിന്നെ അവരിലേക്ക് എന്നെ എത്തിച്ചതും ഇവിടെയും കൂടെ ഇവിടുത്തെ ജനങ്ങളും കൂടെ നൽകിയ സ്നേഹമാണ്. അപ്പോൾ അത് പദവിക്കപ്പുറം ആ ഒരു ബന്ധം നിലനിർത്തണം. എനിക്ക് MLA ആയാൽ മാത്രമേ
പാലക്കാടുമായിട്ട് ബന്ധമുണ്ടാവുന്ന അങ്ങനെയല്ലല്ലോ. പദവിക്ക് അപ്പുറത്തൊരു സ്നേഹം പാലക്കാടുമായിട്ട് ആയിട്ടുണ്ട്. അതിനെ ഞാൻ നൽകുന്നു. ഷാഫിക്ക് ഒറ്റ ചോദ്യം കൂടി. നമ്മുടെ ഇപ്പം കാണുന്നുണ്ട് ഇങ്ങനെ രമേശ് പിഷാരടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടി റെസ്പോൺസ്